ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ കേരള ഓക്സിലറിയുടെ യൂട്യൂബ് ചാനലിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വർഷത്തിലെ അവസാനത്തെ ദിനങ്ങളിലേക്ക് നമ്മൾ ഒരുമിച്ച് എത്തിച്ചേർന്നിരിക്കുന്നു. ഈ ഒരു ക്രിസ്മസിന്റെ ആഗമന കാലഘട്ടങ്ങളിൽ കർത്താവിനെ ഓർക്കുവാനും കർത്താവിന്റെ വരവിന്റെ ഉദ്ദേശങ്ങളെ ധ്യാനിക്കുവാനും പ്രത്യേകിച്ച് രണ്ടാമത്തെ വരവിനെ നോക്കി പാർക്കുവാനുമായിട്ടുള്ള ഒരു കാലഘട്ടമായിട്ട് നമ്മൾ ഒരുക്കത്തിന്റെ ഒരു നാളുകളായിട്ട് ഇരിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലം ദൈവം നമ്മളെ നടത്തിയ എല്ലാ മുഖാന്തരങ്ങൾക്കും ദൈവത്തിന് നന്ദി പറയാം. പ്രത്യേകിച്ച് ബൈബിൾ സൊസൈറ്റിയുടെ ബൈബിൾ ട്രാൻസ്ലേഷൻ, പ്രിന്റിങ്, വിതരണം, ഈ അനുഗ്രഹിക്കപ്പെട്ട 3 ദൗത്യത്തിൽ നിങ്ങൾ ഓരോരുത്തരും നൽകിയ എല്ലാ വിലയേറിയ പ്രാർത്ഥനയ്ക്കും സംഭാവനയ്ക്കും പിന്തുണയ്ക്കും ഹൃദയത്തിന്റെ ഭാഷയുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. കേരള ഓക്സിലറിയുടെ നേതൃത്വം വഹിക്കുന്ന അഭിവന്യ ഡോക്ടർ യുഹാനൻ മാർ ക്രിസോസ്റ്റമസ് മെത്രാപ്പോലിത്ത തിരുമേനിയുടെയും അതുപോലെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ഡോക്ടർ ഉമ്മൻ ജോർജ് തിരുമേനിയുടെയും അതുപോലെ ട്രഷററായിരിക്കുന്ന ജേക്കബ് ജോൺ സാറിന്റെയും മറ്റെല്ലാ ഓക്സിലറി കമ്മിറ്റി അംഗങ്ങളുടെയും 150ഓളം ബ്രാഞ്ചിലെ എല്ലാ ബ്രാഞ്ച് ഭാരവാഹികളുടെയും ഓക്സിലറി സ്റ്റാഫ് അംഗങ്ങളുടെയും പേരിലുള്ള എല്ലാ ക്രിസ്മസിന്റെ ആശംസകളും നന്മകളും ശാന്തിയും നിങ്ങൾക്കെല്ലാവർക്കും ആദ്യമേ തന്നെ നേരുകയാണ്. വരുന്ന വർഷം ഏറ്റവും നന്മയുടെയും സമൃദ്ധിയുടെയും ആക്കി ദൈവം തീർക്കുകയും ചെയ്യട്ടെ. എന്താണ് ക്രിസ്മസിന്റെ ഒരു യഥാർത്ഥ അനുഭവം? ക്രിസ്മസിന്റെ അനുഭവത്തെക്കുറിച്ച് നമ്മൾ ഒറ്റ വാക്കിൽ ഒരു നിർവചനം കൊടുക്കുവാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ദൈവം മനുഷ്യനായി തീരുന്ന അവസ്ഥയാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. ഗോഡ് ടാബർനാക്കിൾഡ് വിത്ത് us എന്നാണ് നമുക്കതിനെ നിർവചിക്കുവാനായിട്ട് സാധിക്കുന്നത്. വചനം ജഡമായിട്ട് തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ അത് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കാണും. ഈ വചനത്തിന്റെ ശുശ്രൂഷകരായിട്ട് നമ്മൾ ഈ ലോകത്തിൽ ആയിരിക്കുന്ന അവസരത്തിൽ വചനം ജഡമായി തീർന്ന ഈ ക്രിസ്തുവിനെ ഈ ലോകത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ഓരോരുത്തർക്കും കർത്താവ് നൽകിയിരിക്കുന്ന ഈ ശിഷ്ടായുസിൽ നാം നിർവഹിച്ച് തീർക്കേണ്ടതായിട്ടുള്ളത്. വി ആർ ദ അംബാസിഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. നമ്മൾ ക്രിസ്തുവിന്റെ ഒരു സ്ഥാനാധിപതികളായിട്ട് ഇവിടെ ആയിരിക്കുന്നുവെന്ന് ഒരിക്കൽ കൂടി നമ്മളെ തന്നെ മനസ്സിലാക്കാനും നമ്മളെ തന്നെ റീഡെഡിക്കേറ്റ് ചെയ്യുവാനായിട്ടും ഈ ക്രിസ്മസ് സീസണുകളിൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മളെല്ലാവരും ഈ ക്രിസ്മസിന്റെ നാളുകളിൽ ഒത്തിരിയധികം ക്രിസ്മസ് മെസ്സേജുകൾ ശ്രവിച്ചിട്ടുള്ളവരാണ്. ഞാൻ തന്നെ യൂട്യൂബിൽ 2-3 മെസ്സേജുകൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ അവസരത്തിൽ ഞാൻ വ്യത്യസ്തമായിട്ട് മറ്റൊരു ചെറിയ മെസ്സേജ് 3 പോയിന്റുകൾക്കുള്ളിൽ നിന്ന് പറഞ്ഞ് ഈ ഗ്രീറ്റിംഗ്സ് ഇവിടെ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വചനം ജഡമായി തീർന്നപ്പോൾ എന്താണ് നമുക്ക് ഉണ്ടായത്, അല്ലെങ്കിൽ നമുക്കുണ്ടായ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്താണ്? ലോഗോസ് ടു ദ കോസ്മോസ് റിമൂവ്സ് ഫിയർ എന്നുള്ളതാണ് 1-ാമത്തെ ചിന്ത ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദ മെസ്സേജ് ഓഫ് ക്രിസ്മസ് എന്ന് പറയുന്നത് തന്നെ ഡു നോട്ട് ബി അഫ്രൈഡ് എന്നുള്ളതാണ്. ക്രിസ്മസിന്റെ ആ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ചിന്തിക്കുന്ന അവസരത്തിൽ കർത്താവിന്റെ തിരുജനനവുമായിട്ട് ബന്ധപ്പെടുത്തിയ സാഹചര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അവിടെ പല ആളുകളോട് കർത്താവ് പറയുന്നുണ്ട് ഭയപ്പെടേണ്ട എന്നുള്ള ഒരു വാർത്ത പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. ആദ്യമായിട്ട് നമ്മൾ പരിശോധിക്കുന്ന അവസരത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 1-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യത്തിൽ സഖരിയാവിനോട് കർത്താവ് പറയുന്നുണ്ട് നീ ഭയപ്പെടേണ്ട എന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ പശ്ചാത്തലമൊക്കെ നമുക്കറിയാം. സഖരിയാവിന്റെയും എലിസബത്ത് ഗർഭിണിയാകുന്ന അവസ്ഥയുമൊക്കെ ആ വാഗ്ദാനങ്ങളൊക്കെ സഖരിയാവിന് ലഭിക്കുമ്പോൾ സഖരിയാവിനോട് പറയുന്നു നീ ഭയപ്പെടേണ്ട എന്ന് പറയുന്നുണ്ട്. പിന്നീട് നമ്മൾ മുന്നോട്ട് നോക്കിക്കഴിയുമ്പോൾ മറിയയോടാണ് കർത്താവ് പറയുന്നത്. ലൂക്കോസ് 1:30 പറയുന്നുണ്ട് മറിയയോട് നീ ഭയപ്പെടേണ്ട എന്ന് പറയുന്നു. പലതരത്തിലുള്ള ചിന്താകുഴപ്പത്തിൽ മറിയ ആയിരുന്ന അവസരത്തിൽ കർത്താവ് പറയുന്നു നീ ഭയപ്പെടേണ്ട എന്ന് പറയുന്നു. പിന്നീട് യോസഫ് താൻ വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന പെൺകുട്ടി ഗർഭിണിയാകുമെന്നുള്ള ആ ഒരു അവസ്ഥ വാക്കുകേട്ട് അന്താളിച്ച് ഇനി അവളെ ഉപേക്ഷിക്കാനായിട്ട് ഭാവിച്ച് ഗൂഢമായിട്ട് ഒരു നല്ല മനുഷ്യനായിട്ട് മറ്റാരെയും അവൾക്ക് പെരുദോഷമൊന്നും വരുത്താതെ ഉപേക്ഷിക്കാനായിട്ട് നോക്കിയിരിക്കുന്ന അവസരത്തിൽ കർത്താവ് വന്നിട്ട് പറയുകയാണ് നീ ഭയപ്പെടേണ്ട എന്ന് യോസഫിനോട് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. 4-ാമത് നാം ആ ഒരു പശ്ചാത്തലത്തിലേക്ക് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 2-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ ഇടയന്മാരോട് പറയുന്നുണ്ട് നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ട എന്നുള്ളൊരു വാർത്ത. സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള സന്തോഷ വാർത്തയായിട്ട് കർത്താവ് ജനിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ ഒരു അൺസർട്ടൈൻ സിറ്റുവേഷനിൽ പലതരത്തിലുള്ള ആകുലതകളിൽ പലതരത്തിലുള്ള വെല്ലുവിളികളിൽ ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളുടെ ഭീതിയിൽ അങ്ങനെ വളരെ കലുഷിതമായുള്ള ഒരു ലോക പശ്ചാത്തലത്തിൽ നാം ആയിരിക്കുമ്പോൾ കർത്താവ് വന്നിട്ട് പറയുകയാണ് നീ ഭയപ്പെടേണ്ട. ഈ ക്രിസ്മസിന്റെ നാളുകളിൽ എന്റെയും നിങ്ങളുടെയും ഭയാശങ്കകൾ നീക്കുവാനായിട്ട് കർത്താവ് നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു.
ഉയർപ്പിന്റെ സന്ദേശവും ഇത് തന്നെയാണ്, മറിച്ചല്ല എന്ന് കാണാനായിട്ട് സാധിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ശിഷ്യന്മാരുടെ വാതിൽ അടച്ചിരിക്കുന്ന മധ്യത്തിൽ ശിഷ്യന്മാരുടെ നടുവിലേക്ക് വന്ന് പറഞ്ഞതും അത് തന്നെയാണ്. നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്ന ഒരു ക്രിസ്തുവിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു മറിയയ്ക്ക് നൽകുന്ന സന്ദേശവും അത് തന്നെയാണ്, നീ ഭയപ്പെടേണ്ട എന്നുള്ള ഒരു സന്ദേശം. അപ്പോൾ ക്രിസ്തുവിന്റെ ജനനത്തിന്റെ സന്ദേശവും ക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ സന്ദേശവും ഒന്ന് തന്നെയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഫിയറിൽ, ആശയക്കുഴപ്പത്തിൽ, ഖയോസിൽ നിങ്ങളായിരിക്കുന്നുവെങ്കിൽ കർത്താവിന്റെ വചനം ഈ ക്രിസ്മസിന്റെ നാളുകളിൽ നമ്മളെ ഓർപ്പിക്കുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ടുന്ന കാര്യമില്ല. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആരെല്ലാം കൈവിട്ടാലും കൈവിടാത്ത അരിമരക്ഷകനായ ക്രിസ്തുവിനെയാണ് ക്രിസ്മസ് നമുക്ക് വരച്ചു കാട്ടുവാനായിട്ട് ഇടയായിത്തീരുന്നത്. രണ്ടാമത്തെ ചിന്തയിലേക്ക് ഞാൻ കടക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ലോഗോസ് ടു ദ കോസ്മോസ് ഗീവ്സ് അസ് ജോയ് എന്നുള്ള ഒരു ചിന്തയാണ് പങ്കുവയ്ക്കുവാനായിട്ട് സാധിക്കുന്നത്. വചനം ജഡമായിട്ട് ഈ ലോകത്തിലേക്ക് തീർന്നു കഴിഞ്ഞപ്പോൾ അത് സകലർക്കുമുള്ള സത്വാർത്തയായിട്ട് മാറാനായിട്ട് ഇടയായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ വായിച്ചപ്പോൾ കാണാൻ സാധിക്കുന്നു, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നുവെന്നാണ് പറയുന്നത്. ഇത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വിഭാഗത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ടോ എന്നൊന്നും പറഞ്ഞ് നമുക്കിതിനെ ലിമിറ്റ് ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. യേശുവിൻ്റെ ജനനം സകലർക്കും വേണ്ടി, സകല ലോകത്തിന് വേണ്ടി, യൂണിവേഴ്സിന് വേണ്ടിയിട്ടാണ്. എനിക്കും നിങ്ങൾക്കും വേണ്ടി വ്യത്യസ്തതകളില്ലാതെ നമ്മളെ സ്നേഹിച്ച ഒരു രക്ഷകനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ക്രിസ്തുവിന്റെ ജനനം ആഘോഷിക്കുമ്പോൾ we are celebrating a secular festival എന്ന് കാണാനായിട്ട് സാധിക്കുന്നു. നമ്മളൊരു മതേതര ഫെസ്റ്റിവലാണ് ആഘോഷിക്കുന്നത്. അതുപോലെ തന്നെ ഒരു മതേതര ദൈവത്തെ, ഒരു സെക്യുലർ ഗോഡിനെയാണ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. മതങ്ങൾക്ക് അപ്പുറമായിട്ട്, വ്യത്യസ്തതകൾക്ക് അപ്പുറമായിട്ട് സകലരിലേക്കും ഇറങ്ങി വന്ന ഒരു രക്ഷകനെയാണ് ക്രിസ്മസ് നമുക്ക് വരച്ചു കാട്ടുന്നത്. അതുകൊണ്ടാണ് സകലർക്കുമുള്ള സദ്വാർത്തയായിട്ട് ക്രിസ്മസിനെ കാണുന്നു. എല്ലാ ഭവനങ്ങളിലും ക്രിസ്മസ് സ്റ്റാറുകൾ തൂക്കിയിടുന്നു. ക്രിസ്മസ് സെലിബ്രേഷൻസിൽ വ്യത്യസ്തതകളില്ലാതെ എല്ലാവരും പങ്കുചേരുന്നു. അതുകൊണ്ട് ഇതെല്ലാവരുടെയും സന്തോഷത്തിന്റെ അനുഭവമാകട്ടെ, എല്ലാവരുടെയും പങ്കുവയ്ക്കലിന്റെ അനുഭവമാകട്ടെ. സന്തോഷം വരുന്നത് പങ്കുവയ്ക്കുമ്പോഴാണ്. പിതാവ് ഏകജാതനായ പുത്രനെ ഈ ലോകത്തിന് സമ്മാനിച്ചു. ദൈവം ക്രിസ്മസ് ആഘോഷിച്ചത് നമ്മൾ ആഘോഷിക്കുന്ന പോലെ കേക്ക് മുറിച്ചല്ല, തൻ്റെ അരുമകുമാരനെ ഈ ലോകത്തിന് വേണ്ടിയിട്ട് നുറുക്കപ്പെടുവാനായിട്ട് നമുക്ക് ക്രൂശിൽ ബലിയാടാക്കി തന്നുകൊണ്ടാണ് ദൈവം ക്രിസ്മസ് ആഘോഷിച്ചതെന്ന് നമുക്ക് വേണമെങ്കിൽ നിർവചിക്കുവാനായിട്ട് സാധിക്കും. കാരണം ക്രിസ്തുവിന്റെ ജനനം തന്നെ, അതിന്റെ ഉദ്ദേശം തന്നെ നമുക്ക് വേണ്ടി മരിക്കുക എന്നുള്ളതാണ്. ഈ ലോകത്ത് ഏത് ശിശുവും പിറന്നു വീഴുന്നത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ ബേത്ലഹേമിലെ ശിശു പിറന്നു വീണത് എനിക്കും നിനക്കും വേണ്ടി മരിക്കാൻ വേണ്ടി, ക്രൂശിൽ അവസാനത്തെ തുള്ളി രക്തം വരെയും നമുക്ക് വേണ്ടി നൽകാൻ വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമുക്ക് ഇതൊരു സന്തോഷത്തിന്റെ അനുഭവമാണ്. ഒരു ബിസിനസിന്റെ കാലഘട്ടത്തിൽ, ബിസിനസ് ടൈമിൽ നമ്മൾ ക്രിസ്മസിനെ നോക്കിക്കഴിഞ്ഞാൽ ഈ കാലഘട്ടങ്ങളിൽ എല്ലാവരും കൂടുതൽ ബിസിനസ് ഉള്ള അവസരങ്ങൾ, കൂടുതൽ ലാഭം കൊയ്യുന്ന അവസരങ്ങളാണ്. എന്നാൽ ഈ ക്രിസ്മസ് എന്ന് പറയുന്ന ബിസിനസിനെ കുറിച്ച് നോക്കുമ്പോൾ സർവശക്തനായ ദൈവത്തിന് ഈ ബിസിനസ്സിൽ നഷ്ടവും നമുക്കെല്ലാവർക്കും ഈ ബിസിനസ്സിൽ ലാഭവും ലഭിച്ചിരിക്കുന്ന ഒരു അനുഭവമാണ് ക്രിസ്മസിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. മൂന്നാമത്തെ ചിന്ത പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ലോഗോസ് ടു ദ കോസ്മോസ് ഗിവ്സ് ദ ലൈറ്റ് ആൻഡ് ലൈഫ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വചനം ജഡമായിട്ട് അവതരിച്ചപ്പോൾ ഈ ലോകത്തിലെ അന്ധകാരം മാറി. ഈ ലോകത്തിൽ മനുഷ്യർ നിർജീവരായിട്ട് മനുഷ്യരെ ജീവനുള്ള ദേഹികളാക്കി മാറ്റാനായിട്ട്, മരണത്തിലാണ്ടുപോയ മനുഷ്യന് ജീവൻ തിരികെ നൽകുവാനായിട്ട് ക്രിസ്മസിലൂടെ, ക്രിസ്തുവിന്റെ ജനനത്തിലൂടെ ഇടയായി തീർന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. Our darkness became light. നമ്മുടെ അന്ധകാരം പ്രകാശമായിട്ട് മാറുന്ന അവസ്ഥ. അതുകൊണ്ടാണ് യെശയ്യാവ് പറയുന്നുണ്ട്, ഇരുളിൽ നടന്ന ജനം വലിയൊരു പ്രകാശം കണ്ടു. ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. ഇസ്രായേൽ മക്കളുടെ ഒരു വലിയ പ്രത്യാശയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ക്രിസ്മസ് ഈസ് ദ ഫെസ്റ്റിവൽ ഓഫ് ഹോപ്പ് എന്നുള്ള ഒരു ചിന്തയും അതിൻ്റെ അകത്ത് ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് കാണാൻ സാധിക്കും. ഏതെങ്കിലും തരത്തിലുള്ള ഹോപ്പ്ലെസ്നെസ്സിൽ, ഒരു പ്രതീക്ഷയും ഇല്ലാതെ ഇനി ഭാവി എന്താകുമെന്നുള്ള ചിന്താക്കുഴപ്പത്തിൽ ഈ ഒരു നിർജീവ അവസ്ഥയിൽ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ നമുക്ക് പ്രത്യാശയായിട്ട്, വെളിച്ചമായിട്ട്, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന നമുക്ക് ജീവദായകമായിട്ട് ക്രിസ്തു നമ്മോട് കൂടെയുണ്ട്. ഈ ഒരു ഉറപ്പാണ് ക്രിസ്മസ് എനിക്കും നിനക്കും നൽകുന്നത്. ഒരു ടോട്ടൽ ട്രാൻസ്ഫോർമേഷൻ ആണ് നമ്മളിലൂടെ ഇവിടെ നടക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, വചനം ജഡമായി തീർന്നത് നമ്മുടെ ഭയാശങ്കകളെ മാറ്റുവാനായിട്ടാണ്. ഡു നോട്ട് ബി അഫ്രൈഡ് എന്നുള്ള ഒരു മെസ്സേജ്. ലോഗോസ് ടു ദ കോസ്മോസ് റിമൂവ്സ് ഫിയർ. രണ്ടാമത് നമ്മൾ ചിന്തിച്ചതുപോലെ ലോഗോസ് ടു ദ കോസ്മോസ് ഗിവ്സ് അസ് ജോയ്. നമുക്ക് മാത്രമല്ല സകലർക്കുമുള്ള ജോയ്സ് ഉള്ളത് പങ്കുവയ്ക്കുവാനായിട്ട് നമുക്കിടയായി തീരട്ടെ. ആരും ഒരു ഗിഫ്റ്റ് പോലും കൊടുക്കാത്ത ഒരു വ്യക്തിയെ കണ്ടെത്തി ആ വ്യക്തിക്ക് ഒരു ഗിഫ്റ്റ് സമ്മാനിക്കാൻ ഇടയായി തീർന്നാൽ അതാണ് ക്രിസ്മസിലെ ഏറ്റവും വലിയ സന്തോഷം. പിതാവായ ദൈവം
തനിക്കുള്ള അരുമകുമാരനെ ഈ ലോകത്തേക്ക് പങ്കുവെച്ചതുപോലെ നമുക്കും അന്യോന്യം പങ്കുവെക്കുന്നതിന്റെ സന്തോഷം അനുഭവിക്കാൻ, അത് വ്യത്യസ്തതകൾ മറന്നുകൊണ്ട് തന്നെ പങ്കുവെക്കുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ അന്ധകാരം മാറി നമുക്ക് ജീവൻ നൽകുന്ന ജീവദായകമായ ഈ ക്രിസ്മസ് നാളുകൾ ഏറ്റവും സമൃദ്ധിയുടെയും അനുഗ്രഹത്തിന്റെയുമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. പുതിയ വർഷം ഏറ്റവും നന്മകളാൽ സമൃദ്ധവുമാക്കി ദൈവം തീർക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും ഒരുമിച്ച് കാണാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.